ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇന്ന് മീറ്റ് റോൾ ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിന് ഞാൻ മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാലെടുക്കുക, ഒരു നോർമൽ ചൂടുള്ള പാല്, പിന്നെ ഒരു സ്പൂൺ ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ്, അതെല്ലാം കൂടെ ഒരു 5 മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തോട്ട് മൈദയുടെ പൊടി ഇട്ടിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിൽ കുഴച്ച് വെക്കുക. അതൊരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേന് നന്നായിട്ട് പൊങ്ങി വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ പാൻ വെച്ചു, കടുകൊക്കെ പൊട്ടിച്ചു, പിന്നെ സവോളയൊക്കെ അരിഞ്ഞ് ഇത് അതിനകത്ത് വെക്കാനുള്ള മിക്സാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതുകൂടെ ഇട്ടിട്ട് ഇളക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് നേരം വരണ്ട് കഴിയുമ്പോഴത്തേന് നമുക്കതിനകത്തുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2-3 ടീസ്പൂൺ ഇട്ടാൽ കേട്ടോ. ഞാൻ മീറ്റല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ചിക്കൻ റോളാണ്. അപ്പോൾ ചിക്കൻ എന്തേലും ഉണ്ട് അതനുസരിച്ചുള്ള പൊടികളൊക്കെ ഇടുക. ഗരം മസാല ഇടണം, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഒരു ചെറിയ ടീസ്പൂണ്, പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഒരു പച്ചമണം മാറുന്നോണം വരെ ഇളക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക്, 2 പച്ചമുളകും, പിന്നെ കറിവേപ്പില, പിന്നെ ആണെങ്കിൽ മല്ലി ഇല, ഇത് 3 കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇവിടെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുക്കുക. ഒത്തിരി കറക്കരുത്, ഒറ്റ ഇതൊരു വെക്കാവുള്ളൂ. അല്ലെങ്കിൽ കറക്കാതെ തന്നെ നമുക്ക് കൈ കൊണ്ടാണെങ്കിലും അതിങ്ങനെ ചെയ്തിട്ടാൽ മതി കേട്ടോ. ഞാൻ മിക്സിയിലിട്ടാണ് ചെയ്തത്. അതും കൂടി ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കൻ ഓൾറെഡി വെന്തതായതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഓണാക്കി ഗ്യാസിൽ വെക്കണ്ട കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേന് അത് സെറ്റായിക്കോളും. അത് കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴത്തേന് എല്ലാം റെഡിയാവും. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ആവശ്യമുള്ളൊരു മാത്രം ഇട്ട് കൊടുത്താൽ മതിയിട്ട് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചായിരുന്നേ. അതും കൂടെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇതാക്കിയിട്ട് ഓരോന്നായിട്ട് ഓരോ ബോളായിട്ട് ഉരുട്ടി എടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നന്നായിട്ട് പരത്തണം. അത്രയും വലുപ്പത്തിൽ വേണ്ട, എന്നാൽ അതിൽ ഇച്ചിരി ചെറിയ വലുപ്പത്തിൽ പരത്തുക. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ഓരോന്നെടുത്തിട്ട് അതിനകത്തൊന്ന് നമ്മൾ ചെയ്ത് വെച്ച മിക്സിലെ ചിക്കൻ്റെ ആ മിക്സ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കറിയാലോ ഈ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ബ്രെഡ് ക്രംസിലും മറ്റേ മുട്ടയൊക്കെ അല്ലേ അതിനകത്തൊക്കെ മുക്കി അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ആണെങ്കിൽ അത് ഓരോന്നായിട്ട് റോള് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് ആദ്യം നമുക്ക് മുട്ടയുടെ മിക്സ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ മുട്ടയ്ക്കകത്ത് മുക്കുക. പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിൽ അതൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ. ഞാൻ ഒരു കോട്ടിങ്ങേ ചെയ്തിട്ടുള്ളൂ. ഒന്ന് മുട്ടയെ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിലിട്ട് എടുക്കുമായിരുന്നു ചെയ്ത്. പിന്നെ ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒത്തിരി നേരം ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, കാരണം എന്ന് വെച്ചാൽ അത് കരിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് ഓൾറെഡി അകത്ത് മിക്സ് വെന്തതായതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് ഓരോന്നായിട്ട് എടുത്തെടുത്ത് മാറ്റാം.